ഹലോ. അങ്ങനെ ദേ ഇന്ന് 11ാമത്തെ നോയമ്പ് ആയേക്കാണ്. അപ്പോൾ ദേ ബാങ്ക് വിളിക്കാൻ സമയത്തേക്കും വിലക്ക് ഇരുന്നൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും നോയമ്പ് കുറിച്ചില്ലേ? ചായ കുടിച്ചില്ലേ? അപ്പോൾ ഞാൻ ചായ കുടിക്കണം, ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞാലേ ചായ കുടിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ രീതിക്ക് കുറച്ച് പൊറോട്ടയും മേടിച്ച് കുറച്ച് കറിയും മേടിച്ചു. ബാക്കിയുള്ള കുറച്ചൊരു വേറെ ഇത് നോമ്പ് തുറക്കാൻ വയ്ക്കുക. അപ്പം ഞങ്ങൾ 2-3 പേരേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് കുറച്ച് പൊറോട്ടയും മേടിച്ചു, ഇറച്ചിയും മേടിച്ചു. ചിക്കനായിരുന്നു. അങ്ങനെ പൊറോട്ടയും ചിക്കൻ കറിയും ചായ, അച്ചാറ്, സാമ്പാർ അങ്ങനെയൊക്കെ ചെറിയ രീതിക്ക്, വലിയ രീതിക്കൊന്നുമില്ല. പറയുമ്പോൾ വലുതായിരിക്കും, പക്ഷെ കാണുമ്പോൾ ചെറുതാണ്. അപ്പം എല്ലാവരും ചായ കുടിച്ചിരിക്കുക. ഓക്കെ. ഹലോ. അപ്പം ഇന്നത്തെ 11ാമത്തെ നോമ്പും നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്കും ബാങ്ക് വിളിക്കാനുള്ള സമയം കറക്റ്റ് വീട്ടിലേക്ക് ഇവിടെ ഒന്ന് കയറിയപ്പോഴത്തേക്കും ബാങ്ക് വിളിച്ചു. നേരെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് പ്രാർത്ഥിച്ച് ആ വെള്ളം കുടിച്ച് ഞാൻ നോയമ്പ് കുറിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ചെറിയ ഭക്ഷണമായിട്ട്, അതായത് ചെറിയ ചെറിയ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, പൊറോട്ടയും കുറച്ച് സാമ്പാറും കുറച്ച് ഇറച്ചിക്കറിയും പിന്നെ കുറച്ച് ചായയും അതും കഴിച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ചു കൂടി ഇരുന്നു. വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ എന്നും ഇങ്ങനെ ഡെയിലി തന്നെ ഇട്ടിട്ടിട്ട് കണ്ട് നിങ്ങൾക്ക് വട്ടാനുണ്ടോ, ഭ്രാന്ത് പിടിക്കണ്ട. അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ചായ കുടിച്ചില്ലേ? നോമ്പൊക്കെ മുറിച്ചില്ലേ? എല്ലാവരും ഭക്ഷണം കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. പിന്നെന്ന് പറയാൻ പാകത്തിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാൻ പറയുന്നുണ്ട് എല്ലാവരും. അപ്പോൾ നാളെ എന്തെങ്കിലും ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കാണ്. ഒന്നാമത്തെ കേസ്, വണ്ടി ഓടിക്കാൻ പോകുന്നുണ്ട്, പഠിക്കൊന്നും സമയമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് നിലവിൽ. പിന്നെ എന്താ പറയാനുള്ള, ഞാൻ അത് കുറച്ചുകൂടെയൊക്കെ പറയാന്ന് വെച്ചാൽ, എന്നും ഇത് തന്നെ ഇട്ട് നീ ആൾക്കാരെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കാൻ എന്തിനാണ് ചോദിക്കുന്നത്. അത് ഡെയിലി ഇപ്പം ചെയ്യുന്നുണ്ട്. ഞാൻ വന്നിട്ട് വെള്ളം കുടിക്കണം, നോമ്പ് കുടിക്കണം, ചായ കുടിക്കണം, ടാറ്റ പറഞ്ഞു പോകണം. ഇത് തന്നെ. വേറെ വ്യത്യാസമായി എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ ഇട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഞാൻ എന്തായാലും നല്ല നല്ല കണ്ടന്റ് ഒക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാം. സമയം ഒന്നാമത്തെ ഇത് പണിക്ക് പോകുന്നതുകൊണ്ട് സമയമില്ല, അറിയാലോ. നമ്മളൊക്കെ സാധാരണ ആൾക്കാർ. അപ്പം എന്തായാലും പണിക്ക് പോയാലാണ് എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ പോകുന്ന കാര്യം. ഇന്നിപ്പോൾ ചൂടിന് ചെറിയൊരു ആശ്വാസം ഉണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ചെറുതായിട്ട് മഴ വരും, പക്ഷെ ഒറ്റ സെക്കൻഡ് വന്നിട്ട് അപ്പം ഞാൻ തിരിച്ച് പോവുകയും ചെയ്തിട്ട് അതേപോലെ തന്നെ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. എനിക്ക് നല്ല തലവേദന ഉണ്ട്, പോയി കിടക്കാന്ന് ഓർത്താ. കാരണം നല്ല വെയിലും കൊണ്ട് വണ്ടി ഓടിച്ച് അങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഒരു രക്ഷയില്ല, തല പൊട്ടണ ഒരു വേദന. അതാ മെയിനായിട്ട് കാരണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.